ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ജാനൂട്ടിൻ്റെ ചോറൂണ് വ്ളോഗാണ്. അപ്പോൾ ജാനൂട്ടിക്ക് 6 മാസം കംപ്ലീറ്റ് ആയതിനു ശേഷമാണ് ചോറൂണ് നടത്തിയത്. 6 മാസം ഒരാഴ്ചയും കൂടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ USA ഗുരുവായൂരപ്പൻ ടെമ്പിളിൽ വെച്ചിട്ടാണ് ജാനൂട്ടിൻ്റെ ചോറൂണ് നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ വിളിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ പൂജാരി പറഞ്ഞു ഇന്ന സംഭവങ്ങളൊക്കെ കൊണ്ടുവരണം എന്നുള്ളത്. ചോറൂണ് കൊടുക്കാനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ തന്നെയാണ് ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ ഞാൻ തലേദിവസം ഇപ്പം ഇഞ്ചിപ്പുളിയും അവിയൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കുകയാണ്. കാരണം രാവിലെ നേരത്തെ പോകേണ്ടതുകൊണ്ട് എന്തായാലും പറ്റില്ല. ഇപ്പം ജാനൂട്ടിയൊക്കെ കൂടെ ഉള്ളതുകൊണ്ട് തന്നെ ഒന്നിനും ടൈമില്ല. അപ്പം രാത്രി തന്നെ ഞാൻ ഇഞ്ചിപ്പുളിയും അവിയലും ഒക്കെ ഉണ്ടാക്കി. അതും വളരെ കുറച്ച് ജാനൂട്ടിൻ്റെ ടേസ്റ്റിനനുസരിച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കണമെന്ന് വെച്ചാൽ ആദ്യമായിട്ട് കൊടുക്കുമല്ലേ, അപ്പം ഒരുപാട് എരിവൊന്നും ഇല്ലാണ്ട് അങ്ങനെയൊക്കെ. പിന്നെ പാൽപ്പായസം ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളുടെ പൊടിയരിയും അതുപോലെ പഞ്ചസാരയും കുറച്ച് പാലും ഒക്കെ ഇട്ടിട്ട് എല്ലാം കൂടെ ഒരുമിച്ചിട്ടിട്ടാണ് ഉണ്ടാക്കുന്നത് കുക്കറിൽ. അതും എല്ലാം വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ്. പിന്നെ ഇത് പരിപ്പ് ചോറാണ്, അതും ഉണ്ടാക്കിയിട്ട് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജാനൂട്ടിയൊക്കെ ഇപ്പോൾ എണീറ്റേ ഉള്ളൂ. ഇനി ജാനൂട്ടിനെയൊക്കെ കുളിപ്പിച്ച് റെഡിയാക്കണം. അപ്പോഴത്തേക്ക് നമ്മുടെ സംഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. പരിപ്പ് ചോറിൽ നമ്മൾ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പഴങ്ങളും പപ്പടവും എല്ലാം കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. പൂവും ഇലയൊക്കെ നമ്മൾ അവിടെ തന്നെ വാങ്ങി. അവിടെ പൂജാ സ്റ്റോറുണ്ട്, അപ്പം അവിടെ തന്നെ പൂവും സംഭവങ്ങളൊക്കെ കിട്ടും. ഇവിടെ പിന്നെ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തൊന്നുമില്ല. ഇത് അമ്പലം ന്യൂജേഴ്സി തന്നെയാണ്. അപ്പോൾ നമ്മൾ ജാനൂട്ടിൻ്റെ ചോറ് കൊണ്ട് പോകാനത് റെഡി ആയിട്ട് ജാനൂട്ടിനെ റെഡിയാക്കിയില്ല. ഗുരുവായൂർ അമ്പലത്തിലാണ് പോണത്. ഞങ്ങളെല്ലാം റെഡിയായി. ഇവിടെ വിക്കിനെ കാണാനില്ല, വിക്കി അവിടെ ഉണ്ട്. അപ്പം ജാനൂട്ടിനെ അവിടെ പോയിട്ട് റെഡിയാക്കി. സമയമായിട്ടുണ്ട്. ഇനി അമ്പലത്തിൽ പോയിട്ട് ഇവിടുത്തെ എങ്ങനെയൊക്കെയാണ് ചടങ്ങുകളെന്നൊക്കെ കാണാം. അങ്ങനെ ഇപ്പോൾ നമ്മളിവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. ആർദ്രയും ഫാമിലിയും കൂടിയിട്ടുണ്ട് ചോറൂണിന്. അപ്പോൾ നമ്മളത് വിക്കിക്കുട്ടനും ഏട്ടനും പിന്നെ ധ്രുവുണ്ട്, ജാനൂട്ടിയും സൈഡിൽ ഇരിക്കുന്നുണ്ട്. കാർ സീറ്റിൽ ഇരുന്ന് കുറേ നാളായി, അതുകൊണ്ട് തന്നെ ഇച്ചിരി വഴക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വീട്ടിലാണെങ്കിൽ ഈ സമയത്ത് ജാനൂട്ടി ഉറങ്ങുക. അപ്പം ഇതിപ്പം ഉറങ്ങാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഉള്ള ആ ഒരു വാശിയൊക്കെ ആയിരുന്നു. പിന്നെ നമ്മൾക്ക് വീട്ടിൽ നിന്ന് ഒരു 40 മിനിറ്റോളം ഉണ്ട് ഈ അമ്പലത്തിലോട്ട്. അപ്പോൾ നമ്മൾ ചോറൂണിന് വരുന്ന ആ സമയം എന്ന് പറയുന്നത് സമ്മർ തുടങ്ങുന്നതിന് മുന്നായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ഈ ക്ലൈമറ്റൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. നല്ല തണുപ്പ് തന്നെയായിരുന്നു. നല്ല തണുപ്പെന്ന് പറയുമ്പം അത്യാവശ്യത്തിന് തണുപ്പുണ്ടായിരുന്നു. ജാനൂട്ടി ഇത് കാർ സീറ്റിൽ നിന്ന് എണീക്കാനുള്ള ആ ഒരു തത്രപ്പാടിലാണ്. നമ്മളിത് എന്തായാലും അമ്പലത്തിലെത്തി. അപ്പോൾ ഇതാണ് ന്യൂജേഴ്സിയിലുള്ള ഗുരുവായൂരപ്പൻ ടെമ്പിൾ. ഒത്തിരി മലയാളീസൊക്കെ നമ്മുടെ ഈ ഒരു അമ്പലത്തിൻ്റെ അടുത്തൊക്കെ ആയിട്ട് കാണാം. ഒരുപാട് പേരുണ്ട്. നമ്മളിപ്പം ഇറങ്ങി അകത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ജാനൂട്ടിക്ക് തണുപ്പുള്ളതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ പുതപ്പ് പുതച്ചിരിക്കുകയാണ്. നമ്മൾ ജാക്കറ്റൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അകത്തോട്ട് പോയി കഴിയുമ്പോൾ പിന്നെ ടെമ്പറേച്ചറിൻ്റെ പ്രശ്നമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ അതിനകത്ത് പോയിട്ട് നമ്മൾക്ക് ഫീഡിങ് റൂം അതുപോലെ ഡയപ്പർ ചേഞ്ചിങ് സ്റ്റേഷനൊക്കെ ഉണ്ട്. അതുകൊണ്ട് അതൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ജാനൂട്ടിൻ്റെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തതിന് ശേഷം പിന്നെ ഇവിടെ വന്നു പൂജാരിയെ കണ്ട് എല്ലാം സെറ്റാക്കി. നമ്മൾ ഇലയും പൂവൊക്കെ ഇതിനകത്ത് തന്നെയുള്ള സ്റ്റോറിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതായത് പൂജ ഐറ്റംസൊക്കെ കിട്ടുന്ന ഒരു ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചു. പിന്നെ വാഴയില പക്ഷെ നമ്മൾ ഇതിൽ വെച്ചില്ല. നമ്മൾ കൊണ്ടുവന്ന ഭക്ഷണമൊക്കെ ഒരു തട്ടിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പഴങ്ങൾ അവർ കൊടുത്ത ഒരു തട്ടിലാണ് വെച്ചത്. അപ്പോൾ എല്ലാം സെറ്റാക്കിയതിന് ശേഷം നമ്മളോട് ഇരിക്കാൻ പറഞ്ഞു. വീഡിയോ ഇതിനകത്ത് കുഴപ്പമില്ല, എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മുടെ മാത്രമല്ലേ എടുക്കുന്നുള്ളൂ, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ അകത്തോട്ടുള്ള വിഗ്രഹങ്ങളുടെ അങ്ങനത്തെ സംഭവങ്ങളൊന്നും നമ്മൾ വീഡിയോ എടുക്കാൻ പറ്റില്ല. വീഡിയോഗ്രാഫി അലൗഡ് അല്ല ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾക്ക് ചോറൂണൊക്കെ ആയതുകൊണ്ട് പിന്നെ അതൊന്നും പ്രശ്നമില്ല, എടുക്കാം. പൂജാരി തന്നെ വീഡിയോ ഇന്നവിടെ വെച്ചോളൂ, അപ്പോൾ നന്നായിട്ട് കാണുമെന്നൊക്കെ പറഞ്ഞിട്ടെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കയ്യിൽ സ്വർണ്ണ മോതിരമുണ്ടോ? ഇങ്ങനെ പിടിച്ചിട്ട് പായസത്തെ പുറത്തെഴുതിക്കൊള്ളൂ. ഓം ശ്രീ കൃഷ്ണായ നമഃ. റൈറ്റ് ഹാൻഡ്. ഓം ശ്രീ കൃഷ്ണായ നമഃ. ഡിപ്പ് ചെയ്ത് കൊടുക്കണം. അമൃതം 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 അമൃതം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. 3 times. അമൃതം അമൃതം അമൃതം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ അമൃതം അമൃതം അമൃതം. അമ്മ കൊടുക്കണം. അമൃതം 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 അമൃതം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ
കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ ഹരേ. അപ്പോൾ സ്വർണ്ണമോതിരം കൊണ്ട് പാൽപ്പായസത്തിൽ ഇങ്ങനെ അവർ പറയുന്നതൊക്കെ എഴുതിയതിന് ശേഷം അത് മുക്കിയിട്ട് ജാനൂട്ടിൻ്റെ വായിൽ 3 പ്രാവശ്യം വെച്ച് കൊടുക്കാനാണ് പറഞ്ഞത് ആദ്യം. പിന്നെ അതിന് ശേഷം എല്ലാം എന്ന് വെച്ചാൽ ചോറ്, അതുപോലെ എരിവ്, മറ്റേ പുളിപ്പ്, ഇഞ്ചിപ്പുളി, അങ്ങനത്തെ എല്ലാം കൂടെ കുറച്ച് വെറുതെ തൊട്ട് പേരിന് വെച്ച് കൊടുത്താൽ മതി എന്നാണ് പറഞ്ഞത്. കാരണം ആദ്യമായിട്ട് കൊടുക്കുമല്ലോ, അപ്പോൾ പിന്നെ എരിവ് സംഭവങ്ങളൊന്നും അധികം പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് തൊട്ട് എല്ലാം ഒന്ന് വായിൽ വെച്ച് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം മോതിരം കൊണ്ടിപ്പം എല്ലാവരും ഇങ്ങനെ ജാനൂട്ടിൻ്റെ നാവിൽ വെച്ച് കൊടുക്കുകയാണ് പാൽപ്പായസം. അപ്പം ഇപ്പോഴാണ് ശരിക്കും വീട്ടിലുള്ളവരൊക്കെ മിസ് ചെയ്യുന്നത്. അവരും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാവർക്കും കൊടുക്കാമായിരുന്നു. അപ്പം വിക്കിൻ്റെ ടൈമിൽ ഗുരുവായൂരായിരുന്നു, അതും ഭയങ്കര തിരക്കും സംഭവങ്ങളൊക്കെ ആണല്ലോ. അതുകൊണ്ട് തന്നെ അധികം ഒന്നും കൊടുക്കാനോ അല്ലെങ്കിൽ അങ്ങനെ കറക്റ്റായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല. ജാനൂട്ടി പക്ഷേ ഉറക്കം വന്നിട്ടും കൂടിയിട്ട് അങ്ങനെ ബഹളമൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഉറങ്ങാതെ ഇരിക്കുന്ന ആ ഒരു ശീലക്കേട് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം എല്ലാവരും ഇങ്ങനെ കൊടുക്കുകയാണ്. അതൊക്കെ എൻജോയ് ചെയ്തിട്ട് ഇങ്ങനെ കഴിക്കുന്നുണ്ട്. പക്ഷെ പായസം മധുരം അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പരിപ്പ് ചോറും അങ്ങനെ അവിയൽ സംഭവങ്ങളെല്ലാം കൂടെ ചെറുതായിട്ട് ഇങ്ങനെ തൊട്ട് മിക്സ് ചെയ്ത് കൊടുത്തപ്പം അത് ജാനൂട്ടിക്ക് ഇഷ്ടമായെന്ന് തോന്നുന്നു. പായസം മധുരം അത്ര ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല, അതൊന്നും അങ്ങനെ കഴിക്കണ്ടായിരുന്നില്ല. ഇത് പക്ഷേ ഇങ്ങനെ വേണമെന്ന് പറഞ്ഞിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എല്ലാം. പക്ഷേ ആദ്യത്തെ ആ ഒരു ഇതേ ഉള്ളൂ. അത് കഴിഞ്ഞാലാണ് നമുക്ക് പണി. ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ചടങ്ങ് തന്നെയാണല്ലോ എല്ലാ ദിവസവും. ആദ്യമൊക്കെ ജാനൂട്ടിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. പുതിയ ഭക്ഷണങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എല്ലാം ഇങ്ങനെ കഴിക്കണ്ടായിരുന്നു. പക്ഷെ പിന്നെ ഇപ്പം ഒന്നും കഴിക്കാണ്ടായിട്ടുണ്ട്. സ്നേഹപരാഗം പെയ്യുകയായി മനസ്സിൽ പൂച്ചെണ്ടിൽ നിറമാറിൽ ചേർത്തവൾ താരാട്ടി മിഴിനീരിൽ. നമ്മളിപ്പോൾ ഇവിടെ ചോറൂണിന് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ച സമയത്ത് പൂജാരികളെ സെലക്ട് ചെയ്യാം നമുക്ക് തന്നെ. ഇവിടെ കുറേ പൂജാരികളുണ്ട്. അപ്പം അതിനകത്ത് നിന്ന് നമ്മൾ നോക്കിയിട്ടൊരു മലയാളി പൂജാരി കണ്ടപ്പം അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്തതാണ്. അതുപോലെ തെലുങ്ക്, തമിഴ്, അങ്ങനെ ഒത്തിരി പേരുണ്ട്. അപ്പം നമുക്ക് ഇഷ്ടമുള്ള വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. അപ്പം മലയാളി ആകുമ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു ശൈലിയിലുള്ള ചോറൂണായിരിക്കുമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ ബുക്ക് ചെയ്തത്. അല്ലാതെ നമ്മൾ വേറെ രീതിയിലാകുമ്പോൾ പിന്നെ അവരുടെ ആ ഒരു സ്റ്റൈലൊക്കെ ആയിരിക്കും. അങ്ങനെ എന്തായാലും നമ്മുടെ ജാനൂട്ടിൻ്റെ ചോറൂണ് കഴിഞ്ഞു. അപ്പം ഗുരുവായൂർ അമ്പലത്തിൽ തന്നെ, നാട്ടിലെ ഗുരുവായൂരിൽ വരാൻ പറ്റില്ലെങ്കിലും അമേരിക്കയിലെ ഗുരുവായൂർ അമ്പലത്തിൽ തന്നെ എന്തായാലും ചോറൂണ് നടത്തി. പിന്നെ അത് കഴിഞ്ഞിട്ട് അതേ പൂജാരി തന്നെയായിരുന്നു ഇവരുടെ കാറും കൂടെ പൂജ ചെയ്യേണ്ടായിരുന്നത്. പുതിയ കാർ എടുത്തതാണ്. അപ്പം അത് പൂജ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടായിരുന്നു. അപ്പം വിക്കിയാണ് അതിൻ്റെ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതെ, അപ്പോൾ നമ്മളിനി അമ്പലത്തിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇതാണ് അമ്പലത്തിൻ്റെ ആ ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പിന്നെ ഫ്രണ്ടിൽ കൂടെ അല്ല, സൈഡിൽ കൂടെ വന്നതുകൊണ്ട് അങ്ങനെ ആ ഒരു ഫുള്ളായിട്ട് ഫ്രണ്ട് വ്യൂ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് പോകുന്ന സമയത്ത് എടുത്തത്. അപ്പോൾ ഇനി നമ്മൾക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പിന്നെ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. അപ്പം അടുത്തുള്ള ഏതെങ്കിലും ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് അന്വേഷിച്ച് അവസാനം ഹൈദരാബാദി സ്പൈസിൽ എത്തിയിരിക്കുകയാണ് ഞങ്ങൾ. പിന്നെ അവിടെ അമ്പലത്തിൻ്റെ തന്നെ ക്യാൻറ്റീനൊക്കെ ഉണ്ട്. പക്ഷെ അവിടെ ഇപ്പം ഇങ്ങനെ ദോശ ഐറ്റംസ്, അങ്ങനത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് ഒക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് ഉച്ചയായി, എല്ലാവർക്കും നല്ല വിശപ്പൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഇവിടെ വന്നത്. അങ്ങനെ പിന്നെ ഭക്ഷണമൊക്കെ ഇവിടെ നിന്ന് പതിവ് പോലെ തന്നെ ബിരിയാണി, നാൻ, അതുപോലെ പനീർ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഓർഡർ ചെയ്തത്. കുട്ടികൾക്ക് ന്യൂഡിൽസും പിന്നെ ലസ്സി അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു. ഭക്ഷണം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, ഒരുവിധം നല്ല തന്നെയായിരുന്നു എല്ലാം. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ നമ്മൾ വീട്ടിലോട്ട് പോകുന്നു. അതിന് ശേഷം അവിടെ വീട്ടിൽ വന്ന് കുറച്ച് ചെറിയൊരു ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു. കാരണം ജാനൂട്ടിനെ അവിടെ നോർമൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ടൊന്ന് ഫോട്ടോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല വെളിയിൽ, കാരണം തണുപ്പൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ പിന്നെ വീട്ടിൽ വന്ന് കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ അത്രയേ ഉള്ളൂ. എന്തായാലും നമ്മുടെ ജാനൂട്ടിൻ്റെ ചോറൂണ് വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. എനിക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇവിടെ വരെ കണ്ടതിൽ. ബൈ.
നിവാവിൽ